നമസ്കാരം, എല്ലാവർക്കും ഷെർലീസ് മൈക്രോ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റവ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ലഡു ആണ്. നമ്മുടെ വീട്ടിൻ്റെ അടുക്കളയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഈ റവ ലഡു തയ്യാറാക്കാൻ. റവ ലഡു ഒരുപാട് ടൈപ്പിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഇനി എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം തീർച്ചയായിട്ടും ഒന്ന് പരിഗണിക്കണം. ഈ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റവ ലഡു പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യൊന്ന് ഉരുകി വരുമ്പോൾ നമ്മൾ ഇനി അതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 കപ്പ് റവയാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ പാക്കറ്റിൽ റോസ്റ്റഡ് റവ എന്ന് എഴുതിയ റവ തന്നെയാണ് ചേർക്കുന്നത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ട് റോസ്റ്റഡ് എന്ന് എഴുതി വരുന്ന റവയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നെയ്യും റവയും ഒന്ന് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നല്ലതുപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഈ റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും എടുക്കും. അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. തീ കൂട്ടിയിട്ടാൽ പെട്ടെന്ന് റോസ്റ്റായി വരും, പക്ഷെ കരിഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഇത്തിരി ക്ഷമയോടുകൂടി നിന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ചെറുതായിട്ട് കളറൊക്കെ മാറി റവ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്, പാകത്തിനുള്ള കളറായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇതൊരു ചെറിയ പീസ് ബീറ്റ്റൂട്ടാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ പാലിൽ മിക്സിയിലൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലഡുവിനൊരു കളർ വരാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല ബീറ്റ്റൂട്ടിൻ്റെ ഈ കളർ ചേർത്താൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഫുഡ് കളറും യൂസ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് പാലുണ്ട്. ഇനി 1 കപ്പ് പാലും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അതായത് ടോട്ടൽ നമ്മൾ 2 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണിത്. നമ്മൾ പാലെടുത്ത 1 കപ്പിൻ്റെ അളവിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു മീഡിയം ലെവലിലുള്ള മധുരം മതിയെങ്കിൽ 3/4 കപ്പ് മതിയാകും. അതല്ല, നല്ല മധുരപ്രിയരാണെങ്കിൽ നിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്താൽ കുഴപ്പമില്ല. എനിക്ക് അധികം മധുരം ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 3/4 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി പഞ്ചസാരയും പാലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. പഞ്ചസാരയൊക്കെ നമ്മുടെ പാലിപ്പോൾ നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. പാല് നല്ലതുപോലെ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ ബീറ്റ്റൂട്ടും പാലും കൂടെ അരച്ചത് പാലിലേക്ക് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ടുള്ള അരിപ്പേ കൂടെ വേണം അരിച്ചെടുക്കാൻ. അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മുടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാലിൽ നമ്മുടെ റവ ഒന്ന് നല്ലതുപോലെ കുക്കായി കിട്ടണം. അതുകൊണ്ട് തീ ഒരിക്കലും നമ്മൾ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചാൽ പാല് പെട്ടെന്ന് അങ്ങ് വറ്റിപ്പോകും. റവ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കുക്കാകുകയുമില്ല. ഇപ്പോൾ റവ ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിഞ്ഞ പിസ്താഷ്യോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും. ഇപ്പോൾ നമ്മുടെ റവ നല്ലതുപോലെ കുക്കായി, പാലക്ക നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് തീയും ഓഫ് ചെയ്യണം. നമുക്കിത് ഒരു 5-7 മിനിറ്റ് തണുക്കാൻ മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 6-7 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഡു പിടിച്ചു തുടങ്ങാം. ഇത് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. നമുക്ക് ലഡു ഒന്ന് അതിൽ ഉരുട്ടിയെടുക്കാനാണ്. ഇത് കുറച്ച് പഞ്ചസാര, ചെറു ചൂട് എന്തായാലും വേണം, അല്ലെങ്കിൽ നമുക്ക് ലഡു ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ കൈവെള്ളയിൽ വെച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഈ ലഡു ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. വേണമെന്ന് നിർബന്ധമില്ല, എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി അങ്ങനെ ചെയ്യാം. കുട്ടികൾക്ക് പഞ്ചസാരയിൽ ഒന്ന് ഉരുട്ടിയതിന് ശേഷം ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമുക്കൊന്ന് റോൾ ചെയ്യാം. ഈ അളവിൽ നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 16 മുതൽ 17 വരെ ലഡുവൊക്കെ കിട്ടും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഡുവാണിത്.
പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും റവ ലഡു ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ വന്ന് പറയാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൻ.